ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് ക്രിസ്തുമസ് ആശംസകൾ. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഇനി നേറ്റിവിറ്റി കാർഡ്. മുൻനിര നേതാക്കൾക്ക് നിഷേധിക്കപ്പെട്ട സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ്. സ്വർണ്ണക്കൊള്ള കേസ് പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി. 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് 200 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. വാളയാർ ആൾക്കൂട്ട കൊലപാതകം. രാംനാരായണന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ ധനസഹായം. വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്ക്. കേരള ഫുട്ബോൾ മുൻ താരം എം ശ്രീനിവാസൻ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷം. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന തുടങ്ങി. തെരുവുകളിൽ കുട്ടികൾ പാപ്പയുടെ വേഷവുമായി ആഘോഷത്തിമിർപ്പിലാണ്. കരോൾ സംഘമാണ് വഴിയെങ്ങും. ലോകമെമ്പാടുമുള്ള മലയാളി ജനതയ്ക്ക് ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തിളക്കമാർന്ന സന്ദേശവുമായാണ് വീണ്ടും ഒരു ക്രിസ്തുമസ് എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും അടിയുറച്ച് ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ സ്വന്തം ജീവിതം അർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം മാനവരാശിക്ക് എന്നും പ്രചോദനമാണ്. ചൂഷണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും എല്ലാ രൂപങ്ങളിൽ നിന്നും മുക്തമായ സമത്വസുന്ദരമായ ഒരു ലോകക്രമമാണ് ക്രിസ്തു വിഭാവനം ചെയ്തത്. മനുഷ്യരെ ഭിന്നിപ്പിക്കാനും അപരവിദ്വേഷം പ്രചരിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമസ് മുന്നോട്ട് വെച്ച പുരോഗമന ആശയങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. സൗഹൃദത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും വെളിച്ചം കെടാതെ കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ നവകേരള സൃഷ്ടിക്ക് പുതുവർഷം ഊർജം പകരും. ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ നല്ല നാളേക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന ഔദ്യോഗിക ക്രിസ്തുമസ് പുതുവത്സര സംഗമത്തിൽ മതമേലധ്യക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തിരുന്നു. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ പുതുവർഷം അദ്ദേഹം ആശംസിച്ചു. രാജ്യത്ത് പൗരത്വ നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് പ്രതിരോധമായി കേരള പൗരന്മാർക്ക് നേറ്റിവിറ്റി കാർഡ് നൽകുന്നു. നിലവിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിപ്പിച്ച കാർഡാണ് നൽകുക. ആധികാരികവും നിയമപിൻബലവുമുള്ളതാകും ഈ കാർഡ്. സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായും കാർഡിനെ ഉപയോഗപ്പെടുത്താനാകും. തഹസിൽദാർമാർക്കായിരിക്കും കാർഡിന്റെ വിതരണ ചുമതല. ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗമാണ് ചരിത്രപരമായ തീരുമാനമെടുത്തത്. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ ആശങ്കാജനകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരാൾ താൻ ഈ നാട്ടിൽ ജനിച്ചു ജീവിക്കുന്നയാളെന്നോ സ്ഥിരതാമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാകണം. ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥ വരരുത്. അതിനായി ആധികാരികവുമായും നിയമബലവുമായ രേഖ ആ വ്യക്തിയുടെ കൈവശമുണ്ടാകണം. അത്തരമൊരു രേഖ എന്ന നിലയിലാണ് നേറ്റിവിറ്റി കാർഡ് കേരളത്തിൽ ആവിഷ്കരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സംസ്ഥാനത്തെ വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. എന്നാൽ അത് നിയമ പ്രാബല്യമുള്ള രേഖയല്ല. നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരുന്നു. ഈ വിഷയം പരാതിയായി സർക്കാരിന് മുന്നിലുണ്ട്. ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിന്റെ കരട് നിയമ വകുപ്പുമായി കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിടിയിലായ മുഖ്യ പ്രതികൾക്ക് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധം തുറന്നുകാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസിൽ കക്ഷി രാഷ്ട്രീയം കാണാതെയാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചതെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലതരത്തിലുള്ള പ്രചാരണമാണ് കോൺഗ്രസ് നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവരിൽ ധാരാളം പേർ കോൺഗ്രസ് ബന്ധവും ഉള്ളവരാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റ ഗോവർദ്ധനൻ എന്ന ബല്ലാരി സ്വദേശിയായ വ്യാപാരി, ഇവർ രണ്ടുപേരും സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രം പുറത്തായിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ
ഗോവർദ്ധനൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്നും സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ്. രണ്ടാമത്തെ ചിത്രത്തിലെ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നതാണ്. ചിത്രത്തിൽ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആൻഡ്രോ ആന്റണിയും പത്തനംതിട്ട ജില്ലാക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MPയുമായ അടൂർ പ്രകാശും സോണിയാഗാന്ധിക്കൊപ്പമുണ്ട്. രാജ്യത്തെ തന്ത്രപ്രധാനമായ സുരക്ഷയുള്ള ഏതാനും ചിലരിൽ ഒരാളാണ് സോണിയാഗാന്ധി. അവരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ലീഡർ എന്ന കോൺഗ്രസുകാർ പോലും സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റിന് ലഭിച്ചിരുന്നില്ല. ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവുമായ ഹിമന്ത വിശ്വ ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ചതും മടുത്തപ്പോൾ BJPയിൽ ചേർന്നതും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി മുഴുവനായി BJP ആയി മാറിയതിന് പിന്നിലും ഈ അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തതാണ് എന്ന വാർത്ത വന്നിരുന്നു. രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എളുപ്പത്തിൽ ലഭിക്കാത്ത സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് ഈ സ്വർണ്ണക്കേസ് പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചു? സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചുകൊണ്ടു പോകാൻ മാത്രം അടൂർ പ്രകാശിനും ആൻഡ്രോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഈ പോറ്റിയുമായി ഗോവർദ്ധനുമായി ഉള്ളത്? UDF ഭരണകാലത്ത് ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെ പ്രധാന പങ്കാളികളായി? ഈ ചോദ്യങ്ങൾക്ക് മുൻ പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് മറുപടി നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KG പഠന ഗവേഷണ കേന്ദ്രം ഫെബ്രുവരി 1 തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 5ാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ എന്നിവർ രക്ഷാധികാരിയായി. 200 അംഗ സമിതിക്കാണ് രൂപം നൽകിയത്. KG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി V ശിവൻകുട്ടിയെ ചെയർപേഴ്സണായും V ജോയി MLA ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. S രാമചന്ദ്രൻ പിള്ള അധ്യക്ഷനായ യോഗത്തിൽ CS സുജാത, M വിജയകുമാർ, TN സീമ, ആനാവൂർ നാഗപ്പൻ, ഡോക്ടർ TM തോമസ് ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ തീയതി വൈകാതെ പ്രഖ്യാപിക്കും. വെബ്സൈറ്റ് പ്രകാശനത്തോടെ ഉടൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. 36 വിഷയങ്ങളിലായി നടക്കുന്ന സെമിനാറുകൾ 180 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇതിനോടകം വിവിധ ജില്ലകളിൽ നടന്ന സെമിനാറുകളിൽ നിന്നും സമാഹരിച്ച ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തും. കേരള വികസനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ മുൻ പഠന കോൺഗ്രസുകളുടെ തുടർച്ചയാണിത്. കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന BJP സർക്കാരിനെതിരെ മൗനം പാലിക്കുന്ന കോൺഗ്രസ് നിലപാടിനെയും ഐസക് വിമർശിച്ചു. കേരളം കൈവരിച്ച നേട്ടങ്ങളെയും അതിനു പിന്നിലെ പഠനങ്ങളെയും മനസ്സിലാക്കാതെയാണ് ശശി തരൂർമാരെ പോലുള്ളവർ അഭിപ്രായ പ്രകടനം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 1994 മുതൽ നടന്ന 4 പഠന കോൺഗ്രസുകളിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ LDF സർക്കാരുകളുടെ പ്രകടന പത്രികകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഹ്ലാദ റാലി. കൂടാളി പഞ്ചായത്ത് LDF കമ്മിറ്റി ജനപ്രതിനിധികൾക്ക് കോളത്ത് നൽകിയ സ്വീകരണം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. KM വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KC മനോജ് സ്വാഗതവും MV സള PP റജി, E സജീവൻ, PP നൗഫൽ എന്നിവർ സംസാരിച്ചു. ചാലോട് നിന്നും കോളോളത്തേക്ക് വിദ്യാഹ്ലാദ റാലിയും സംഘടിപ്പിച്ചു. KP 4ാം ബറ്റാലിയൻ കമാൻഡന്റും കേരള ഫുട്ബോളിന്റെ സൂപ്പർ താരവുമായിരുന്ന A ശ്രീനിവാസൻ അന്തരിച്ചു. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. കണ്ണൂർ കൊറ്റാളിക്കടുത്തുള്ള അത്താഴക്കുന്ന് സ്വദേശിയാണ്. ദാരിദ്ര്യത്തിന്റെ അവശതകളിൽ നിന്നുമാണ് ശ്രീനിവാസൻ കായിക രംഗത്തേക്ക് കടന്നു വന്നത്. 19ാം വയസ്സിൽ ഏഷ്യൻ ഫുട്ബോളിന് വേണ്ടി ബൂട്ടണിഞ്ഞു. 1990-ൽ ജാക്കർത്തയിൽ നടന്ന ഏഷ്യൻ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻസ് ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ വടക്കൻ കൊറിയ, ഖത്തർ, ഇന്തോനേഷ്യ ടീമുകളിൽ നടന്ന മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. 92-ൽ കേരള പോലീസ് ACI MSP ഡെപ്യൂട്ടി കമാൻഡന്റും RRF KP1, KP2, KP3 എന്നിടങ്ങളിൽ അസിസ്റ്റന്റ് കമാൻഡന്റായും ജോലി ചെയ്തു. 2025 ജൂലൈ 1-നാണ് മാങ്ങാട്ടുപറമ്പ് KP കമാൻഡന്റായി ചുമതലയേറ്റത്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വ്യാഴാഴ്ച പകൽ 12-ന് കൊറ്റാളി സമുദായ ശ്മശാനത്തിൽ നടക്കും. മൃതദേഹം രാവിലെ 10 മുതൽ 1 മണി വരെ മാങ്ങാട്ടുപറമ്പ് KP ബറ്റാലിയനിലും 12 വരെ കൊറ്റാളിയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെക്കും. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ഫുട്ബോൾ രംഗത്തെ സഹപ്രവർത്തകർ ഉൾപ്പെടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തും. കൊറ്റാളിയിലെ
അരിങ്ങളയൻ വീട്ടിൽ ഗോപാലിൻ്റെയും കമലയുടെയും മകനാണ്. ഭാര്യ ബീന പറശ്ശിക്കടവ് CHSC സീനിയർ ഫാർമസിസ്റ്റ്. മക്കൾ വിഷ്ണു മറൈൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, അമീഷ ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥി, ബാംഗ്ലൂർ ക്രിസ്തു ജയന്തി കോളേജ്.